നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞു. PV അൻവർ കത്രിക ചിഹ്നത്തിൽ ജനവിധി തേടും. അൻവറിന്റെ അപരനടക്കം 4 പേർ പത്രിക പിൻവലിച്ചു. 3 മണിയോടെ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം അവസാനിച്ചു. നിലവിൽ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ നിലമ്പൂരിൽ ചിത്രം പൂർണ്ണമായിട്ടുണ്ട്. കാരണം PV അൻവർ കത്രിക ചിഹ്നത്തിൽ കൂടി ജനവിധി തേടുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ അൻവറിന്റെ അപരനടക്കം 4 പേർ ഇതിനോടകം തന്നെ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദേവിക, നിലമ്പൂരിൽ ഏതായാലും മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. PV അൻവർ മത്സരിക്കുമോ അതല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ പത്രിക പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങളല്ല എപ്പോഴും ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് പലതരത്തിലാണ് അൻവർ ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അൻവർ എന്തായിരിക്കും നീക്കം എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. ആ നീക്കങ്ങൾക്ക് ഒടുവിൽ ഇപ്പോൾ അൻവർ പത്രിക പിൻവലിച്ചിട്ടില്ല. അൻവറിന് ചിഹ്നവും ലഭിച്ചിരിക്കുന്നു. കത്രിക ചിഹ്നമാണ് അൻവറിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അൻവറിന് ഈ കത്രിക ചിഹ്നം ലഭിച്ചതിനൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കുമ്പോൾ നേരത്തെ 14 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 10 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ആ 10 സ്ഥാനാർത്ഥികൾ എന്നുള്ളത് അൻവറിന്റെ അപരൻ ഉൾപ്പെടെ 4 ആളുകൾ പത്രിക ഇന്ന് പിൻവലിച്ചതോടുകൂടെയാണ് 10 സ്ഥാനാർത്ഥികളായിട്ട് മാറിയിരിക്കുന്നത്. ഏതായാലും നിലമ്പൂരിലെ ആ പോരാട്ടത്തിന്റെ ചിത്രം പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു. 10 സ്ഥാനാർത്ഥികൾ, അതിൽ തന്നെ അൻവറിന് കത്രിക ചിഹ്നം എന്നുള്ളതാണ് ദേവിക.